ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, നെഗറ്റീവ് പോസിറ്റീവ് തെറിവിളി എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് ഇല്ലേ, എങ്ങനെയാണ് സീഡ് ഞാനിതിൽ ഏൺ ചെയ്യുക, എനിക്കിതൊന്ന് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ചില കാര്യങ്ങളും ചില ആൾക്കാർ ഡെയിലി ഇത് ക്ലെയിം ചെയ്യുക മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ, വേറെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഈ സീഡിൽ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനും പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ സീഡ്സ് നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. നവംബറിലാണ് അവർ ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നവംബർ പാതിയോടമായി. അപ്പോൾ ഇനി നവംബർ കഴിഞ്ഞ് വെറും 16 ദിവസം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ലിസ്റ്റിംഗ് ആവുന്നതിന് മുമ്പ് നമുക്ക് മാക്സിമം ഏൺ ചെയ്യാൻ എന്നുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നത്. ഒരുപാട് ഏൺ ചെയ്യുക, ഇപ്പോൾ 20 ദിവസം കൊണ്ട് 1000 പോയിൻറ്റ്സ് ഏൺ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ക് പോലെയാണ് ഈ 20 ദിവസം കൊണ്ട് 1000 പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ അവൻ്റെ അനൗൺസ്മെൻറ്റ് പേജിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സീഡ് ബേർഡ് NFT എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഈ നോൺ ഫഞ്ചബിൾ ടോക്കൺ ഇല്ലെങ്കിൽ നോൺ ഫഞ്ചബിൾ ആയിട്ടുള്ള ടോക്കൺ നമുക്ക് അവിടെ മിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഓപ്ഷൻ സീഡ് ബേർഡ്സ് NFT സ്നീക്ക് പീക്ക് ട്രിപ്പിൾ ബെനിഫിറ്റ്സ് അഫൈറ്റ്. അപ്പോൾ ഇങ്ങനെ ഇത് ഇൻവൈറ്റ് ചെയ്യില്ലെങ്കിൽ ഇത് NFT നമ്മൾ എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വീണ്ടും സീഡ് ടോക്കൺസ് കിട്ടും എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ സീഡ് ടോക്കൺ ഡ്രോപ്സ് ഏൺ മോർ സീഡ് പോയിന്റ്സ് ഇൻ ആപ്പ് ബൈ ഇൻട്രാക്ടിംഗ് വിത്ത് സീഡ് ബേർഡ് ഏർലി ആക്സസ് ഫോർ അഡീഷണൽ റിവാർഡ് ഫ്രം പ്രോജക്റ്റ് ഇൻ സീഡ് കോമ്പിനേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ NFT ആണ് അതിൻ്റെ പുതിയതായിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആപ്പിൽ കയറി എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ മാറ്റങ്ങളെ പറ്റി പറയാം. ഇല്ലെങ്കിൽ സാധാരണ ഉള്ളതുകൊണ്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൽ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കയറുമ്പോൾ ആൾറെഡി ഈ സീഡ്സിന് ഒരുപാട് ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് മാസങ്ങളായിട്ടും 100ഉം 200ഉം എത്താൻ പറ്റാതെ കുറേ ആൾക്കാർ വിഷമിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് കളിക്കുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നും, അപ്പോൾ എനിക്കാകെ 174 പോയിൻറ്റ്സ് അല്ലേ ഉള്ളൂ, എനിക്ക് എന്താണ് 1000 പോയിൻറ്റ്സ് ആയില്ല എന്ന് തോന്നണ്ട. ഞാൻ എപ്പോഴും എൻ്റെ ടെലിഗ്രാം ചാനലിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും, ഞാൻ ഒരു പ്രൊജക്റ്റിലും ഒരുപാട് സമയം ചിലവഴിക്കാൻ എനിക്ക് ടൈമും കിട്ടില്ല. ഈ വീഡിയോസൊക്കെ തന്നെ രാവിലെയും അതേപോലെ തന്നെ പുലർച്ചെയും രാത്രിയൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഓരോ ദിവസം ഇട്ടിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്താണ്, ഇതിൽ ഏതൊരു ഗെയിം എടുത്താലും ഈ ഫാമിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ടാപ്പ് ടു ഏൺ എന്നുള്ളൊരു ഓപ്ഷൻ Web3 പ്രൊജക്റ്റുകൾ എല്ലാത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫാമിംഗ് എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫാമിംഗ് ഓപ്ഷനിൽ നിങ്ങൾക്ക് മേ ബി 8 അവർ ആയിരിക്കാം, 4 അവർ ആയിരിക്കാം, അങ്ങനെയുള്ള പല ഓപ്ഷനിലായിരിക്കും നിങ്ങൾക്ക് ഫാമിംഗ് ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ ഫാമിംഗ് ഓപ്ഷൻ നമ്മൾ ബൂസ്റ്റ് ചെയ്യണം. അപ്പോൾ ബൂസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ്, ബൂസ്റ്റ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ലെവൽ 6 എന്ന് എൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എനിക്കിവിടെ ലെവലിൽ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ 24 മണിക്കൂറിലാണ് എനിക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അടുത്ത ലെവൽ ട്രീസ് ആണ്. ട്രീസ് എന്ന് പറഞ്ഞ ലെവൽ 6ലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇനി അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഞാൻ 90 സീറ്റ്സ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ലെവൽ 6 വരെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ മേ ബി അതിൻ്റെ കൂടുതലൊന്നും അപ്ഗ്രേഡ് ചെയ്യേണ്ട. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മൈൻ 0.1 സീഡ് ആണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് 0.13 സീഡ് മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു 1 മാസം ഇല്ലെങ്കിൽ ഒരു 2 മാസം 3 മാസമൊക്കെ ഇനിയും കൂടുതൽ സമയം ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാമായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ സമയമില്ലാത്ത കാരണം നിങ്ങളുടെ എത്രത്തോളം സീഡ് പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ അതിൽ കൊണ്ടുപോയി കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഓപ്ഷനിലേക്ക് എടുക്കുക. ഈ ഹോളി വാട്ടർ എന്നുള്ളത് ഞാൻ മാക്സിമം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ എനിക്കത് ഫ്രീ ആയിരുന്നു, നിങ്ങൾക്കും അത് ഫ്രീ ആയിരിക്കും. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ കാര്യം അപ്ഗ്രേഡ് ചെയ്ത് വെക്കുക. ഒരുപാട് സീറ്റ്സ് കൊടുത്തിട്ട് ഒന്നും അപ്ഗ്രേഡ് ചെയ്യേണ്ട, ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ നിലനിർത്തിയിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും അപ്ഗ്രേഡ് ചെയ്യാം. ഇനി അടുത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹോമിലേക്ക് തന്നെ വരിക. ഹോമിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ മരത്തിലൊരു പുഴു കാണും. ആ പുഴു നിങ്ങൾ എപ്പോഴും ക്ലെയിം ചെയ്തെടുക്കണം. ഈ പുഴു കൊണ്ട് എന്താ യൂസ് എന്ന് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത ഓപ്ഷൻ നമുക്കിവിടെ കാണാനുള്ളത് ബാഗിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ബാഗിൻ്റെ ഓപ്ഷൻ എന്താണ്, നമുക്ക് എത്രത്തോളം പുഴുവൊക്കെ ഉണ്ട്, നമ്മൾ എത്രത്തോളം പുഴു എടുത്തു വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നമുക്ക് പുതിയ കോമൺ അല്ലാതെ അൺകോമൺ പുഴു വല്ലതും കിട്ടിയിട്ടുണ്ടോ, വേമോ വല്ലതും കിട്ടിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബാഗിൽ നമ്മൾ ക്ലെയിം ചെയ്ത എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ബാഗിൽ കാണാൻ പറ്റും. നമുക്കിവിടെ എഗ്സ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ എഗ്സ് കാണാൻ പറ്റും. എത്രത്തോളം ബേഡ്സ് നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട് ആ ബേഡ്സ് നമുക്ക് കിട്ടും. ഈ എഗ്ഗ് ഒക്കെ ക്ലെയിം ചെയ്തിട്ട് ഹാച്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ബേഡ് കിട്ടുക. ഹാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആ മുട്ട വിരിയിപ്പിക്കുക. അപ്പോൾ വിരിയിപ്പിച്ച് പറഞ്ഞാൽ നമുക്ക് ഇതിലൊരു ബേഡ് കിട്ടും. ഈ ബേഡിനെ കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ബേഡിനെ കൊണ്ട് നമ്മൾ ഈ മരത്തിലുള്ള സീഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പെറുക്കിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം, ഈ ബേഡിന് നമ്മൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഫുഡും, നമ്മൾ വളർത്തുന്ന ഒരു ജീവിയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫുഡൊക്കെ കൊടുത്താലല്ലേ അത് അതിൻ്റെ പണി ചെയ്യുള്ളൂ. അതിനുള്ളൊരു ഓപ്ഷനാണ് ഹോം പേജിൽ ഇവിടെ ബേഡ് എന്നുള്ളൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ താഴെ അവർ ടാസ്ക് സെഷൻ്റെ കാര്യം ഒന്ന് കൊടുത്തിട്ടുണ്ടാവും.
അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ ഒരു പെറ്റ് ലെവൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഈ ഇതിൽ കുറച്ച് നേരം ഇങ്ങനെ അമർത്തി പിടിച്ചു അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ലെവൽ ഹെൽത്ത് കൂടും, നമ്മൾ പെറ്റ് ചെയ്തു അതിന് നല്ല സന്തോഷമാവും, അപ്പോൾ ജോലി ചെയ്യാൻ നല്ല സന്തോഷമാവും. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 4/7 എന്നുള്ളത് ഫുഡാണ്. നമുക്ക് ആ ഫുഡിന് കൊടുക്കാനാണ് ആ മരത്തുനിന്ന് വേം എപ്പോഴും നമ്മൾ ഡെയിലി ക്ലെയിം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫുഡ് കൊടുക്കുന്നു. ഞാൻ ഇപ്പോൾ 4/7 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഫുഡ് ക്ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ബേർഡിന് ആ ഫുഡ് എന്താവും, പോവും. അപ്പോൾ ആൾറെഡി ഇവിടെ ഫുള്ളായ കാരണമാണ്, ഇല്ലെങ്കിൽ ബേർഡിന് എനഫാണ്, അത് എന്ത് ചെയ്യാണ്, ഹണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണമാണ് ഇപ്പോൾ ഫുഡ് എടുക്കാത്തത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ഹണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഇപ്പോൾ ഇവിടെ ഈ ഒരു ബോക്സ് ആയിട്ടുള്ള ഓപ്ഷൻ കാണുന്നത്, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് 10 മണിക്കൂറായിരിക്കും അവർ സമയം തരിക. ആ 10 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഡെയിലി ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് ഈ ബേർഡ് എത്രത്തോളം സീഡ്സ് ആണോ എടുക്കുന്നത് ആ സീഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് ക്ലെയിം എടുക്കാം. അപ്പോൾ 2 ഓപ്ഷനായി. ഒന്ന് ഡെയിലി ഫാമിങ്ങും അതേപോലെ തന്നെ ഈ ബേർഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിന്ന് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നേരെ ബാക്കിലേക്ക് വരിക. ഇവിടെ സ്റ്റാർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്റ്റാർ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഈ ബേർഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല വെൽത്തി ആയിട്ട് ഫുഡ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നല്ല എനർജിയിൽ അവർ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരോ വേംസ് ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേംസ് ഉള്ളത്. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേംസ് നമുക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേംസ് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് സീഡ്സ് നമുക്ക് കൊണ്ടുവന്ന് കിളി തരും. അപ്പോൾ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ആൾറെഡി കുറേ എൻഡഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുണ്ട്. നമുക്കിവിടെ എന്താണ് ക്യാഷ് കൊടുത്തിട്ട് അല്ലെങ്കിൽ സ്റ്റാർസ് കൊടുത്തിട്ട് ഇങ്ങനെയുള്ള ബേർഡ്സും അതേപോലെ തന്നെ മുട്ടയും അതേപോലെ തന്നെ വേംസും അങ്ങനെയുള്ള ഗിഫ്റ്റ് ബോക്സും ഒക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു അത്. ഇനി അടുത്തത് താഴെ ഇവിടെ ഒരു സ്റ്റോർ പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്റ്റോറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇപ്പോൾ ഒരുപാട് വേംസ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേംസ് ആയിക്കോട്ടെ മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ വന്നിട്ട് സെല്ല് ചെയ്യാൻ പറ്റും. സെല്ല് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ചെറിയ രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് സീഡ്സ് കൂട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് സെല്ല് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ എമൗണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വേംസ് ഒക്കെ കിട്ടും. ഇനി അടുത്ത ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഗെയിമാണ്. അതിനു മുമ്പ് തന്നെ നമുക്കിവിടെ ഗിൽഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഗിൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു ഫാം ഉണ്ടാക്കുകയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു തോട്ടം ഉണ്ടാക്കുകയാണ്. ആ തോട്ടത്തിൽ നിങ്ങളുടെ ആൾക്കാരിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് കയറ്റി എന്ന് പറഞ്ഞാൽ അവർ ഹണ്ട് ചെയ്യുന്ന കുറച്ച് സീഡ് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് ഈ ഗിൽഡ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നമുക്ക് കൂടുതൽ ആൾക്കാർക്കൊന്നും അങ്ങനെ കയറില്ല അല്ലേ. എന്താണ് പറഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇനി എല്ലാം ആൾറെഡി കുറേ ആൾക്കാർ കയറി കഴിഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെയാണ് കയറുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഏൺ സെഷനിലേക്ക് വന്നു. അപ്പോൾ ഏൺ സെഷനിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് ടാസ്ക് ഉണ്ടാവും. ഡെയിലി ചെക്കിൻ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കയറും. ഞാൻ ഒരുപാട് മിസ്സായിട്ടുണ്ട്, അത് കാരണമാണ് എനിക്ക് കയറാത്തത്. അപ്പോൾ നിങ്ങൾ ഡെയിലി ചെക്കിൻ ചെയ്യുക. ഫസ്റ്റ് ദിവസം ചെയ്തു എന്ന് പറഞ്ഞാൽ 0.1 സീഡ് കയറും, രണ്ടാമത്തെ ദിവസം ചെയ്തു എന്ന് പറഞ്ഞാൽ 0.2 സീഡ് കയറും, മൂന്നാമത്തെ ദിവസം ചെയ്തു എന്ന് പറഞ്ഞാൽ 0.3 സീഡ് കയറും. അപ്പോൾ ഇത് മൊത്തം ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഞാൻ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അക്കാദമി എന്നുള്ളൊരു ഓപ്ഷനാണ്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറച്ച് വീഡിയോസ് കാണാനുണ്ടാവും. ആ വീഡിയോസ് കണ്ടിട്ട് നമുക്ക് വല്ല കോഡൊക്കെ അടിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ വെരിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, സീഡ്സ് കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യാം. ഇനി അടുത്ത കാര്യം നേരെ എന്താണ് ഹോമിലേക്ക് തന്നെ വരികയാണ്. ഹോമിലേക്ക് വന്നിട്ട് ഞാനിവിടെ ഒരു മരമുണ്ട് മേലെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു അച്ചീവ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആൾറെഡി കുറേ അച്ചീവ്മെൻറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് വോയേജറിൻ്റെ OKXൻ്റെ ഇതുണ്ട്, അതേപോലെ തന്നെ ബൈബിറ്റിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബിനാൻസിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുപാട് ഇതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഒരുപാട് എത്രത്തോളം നിങ്ങൾ അച്ചീവ്മെൻറ്റ് ചെയ്യുന്നു അതൊക്കെ നിങ്ങൾക്ക് അത്രത്തോളം ടോക്കൺസ് കിട്ടും. അതേപോലെ തന്നെ ഇതിലുള്ള പോയിന്റ്സ് ആയിരിക്കില്ല നിങ്ങൾക്ക് അങ്ങനെ ടോക്കൺസ് ആയി കിട്ടുക. നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര സീഡ്സ് കിട്ടുന്നു അങ്ങനെയുള്ളൊരു കാര്യമായിരിക്കും കിട്ടുക എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നേരെ എന്താണ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ജോയിൻ ഇവൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് OKXിലേക്കാണ് പോവുക, അതേപോലെ തന്നെ ബിനാൻസിലേക്കാണ് പോവുക. ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൊക്കെ ഒന്ന് സൈൻ ഇൻ ചെയ്യണം, ഇല്ലെങ്കിൽ പുതിയ അക്കൗണ്ട് എടുക്കുന്നവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഈ അച്ചീവ്മെൻ്റ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള മനസ്സിലാക്കുക. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞു ഗെയിംസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്ന്. ഈ ഗെയിംസ് എന്നുള്ളൊരു ഓപ്ഷനിൽ 3 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് മേർജ് ബേർഡ് ആണ്. അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് ഒരുപാട് ബേർഡ്സ് കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് 2 ഓപ്ഷനാണ് നമുക്കിതിൽ കൂടുതൽ സീഡ്സ് കിട്ടാനുള്ളൊരു വഴി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സ്പിന്നർ എഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നാണ് എന്ത് കിട്ടുന്നത്, മുട്ട കിട്ടുന്നത്. ഈ മുട്ടയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നേരെ കിളിയാക്കണം. കിളിയാക്കിയിട്ട് കിളീനെ വർക്കിന് വിടണം. വർക്കിന് വിടുമ്പോൾ കിളി കൊണ്ടുവന്നിട്ട് നമുക്ക് കുറച്ച് സീഡ്സ് തരും. അതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കിവിടെ എത്രത്തോളം 5 ടിക്കറ്റ് നമുക്ക് ഇവിടെ നിന്നില്ലെങ്കിൽ 5 പസിൽസ് നമ്മൾ വാങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഫ്യൂഷൻ ചെയ്യാൻ പറ്റും. ആൾറെഡി കുറേ പേർക്ക് ഫ്യൂഷൻ ഫ്രീ എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഫ്രീ ചെയ്യുക, ചെയ്തും കൊണ്ടൊരു ക്ലീൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കിന് വിടുക. അപ്പോൾ ബാക്കിയുള്ളതൊന്നും എനിക്ക് ആയിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ 5 എണ്ണം ആയാൽ മാത്രമാണ് നമുക്കിതിൽ വീണ്ടും ഒരു മുട്ട നമുക്ക് ഇന്ന് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ, എന്നിട്ടാണ് കിളി കിട്ടുള്ളൂ. അപ്പോൾ ഈ ടിക്കറ്റ് അവിടെ നിന്ന് കിട്ടുമ്പോൾ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ടിക്കറ്റ് നമുക്ക് ഇവിടെ സ്പിൻ ചെയ്യാൻ പറ്റും. ഇത് സ്പിൻ ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം പസിൽ കിട്ടുന്നു ആ പസിൽ വെച്ച് നമുക്ക് മുട്ട ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തുള്ള കാര്യം, ഇതിലാണ്
ഇതാണ് ഞാൻ പറയാൻ വന്ന കാര്യം. പെട്ടെന്ന് തന്നെ നമുക്ക് സീറ്റ്സ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ലെഗ് വൈസ് ആണ്, നിങ്ങൾക്ക് ലെഗ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ കൂട്ടാൻ പറ്റും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കൽ കളിച്ചിട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത് മൊത്തം അതിൽ കൊണ്ടിടരുത്. ഞാൻ എപ്പോഴും രണ്ട് സീറ്റ്സ് കൊടുത്ത് കളിക്കുക. രണ്ട് സീറ്റ്സ് കൊടുത്ത് കളിച്ചിട്ട് നിങ്ങൾക്കൊരു 3 പ്രാവശ്യം കളിച്ചിട്ട് 6 സീറ്റ്സ് കിട്ടി എന്ന് വെച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 സീറ്റ്സ് ഇട്ട് കളിച്ചോ. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് 10ഉം 5ഉം 100ഉം ഇട്ട് കളിക്കരുത്. ഇതിൽ ഓരോന്ന് താഴോട്ട് വന്നെന്ന് പറഞ്ഞാൽ 5 സീറ്റ്സ് ഇട്ട് കളിക്കുക, അത് പറഞ്ഞാൽ അടുത്തത് 10 സീറ്റ്സ് ഇട്ട് കളിക്കുക, അടുത്തത് 50 സീറ്റ്സ് ഇട്ട് കളിക്കുക, അടുത്തത് 100 സീറ്റ്സ് ഇട്ട് കളിക്കുക. അങ്ങനെയുള്ള 200 സീറ്റ്സ് തൊട്ട് അങ്ങനെ കളിച്ചെന്ന് പറഞ്ഞാൽ 360 സീറ്റ്സും 500 സീറ്റ്സും അങ്ങനെയുള്ള പല ഓപ്ഷൻ ഇതിൽ കാണും. നിങ്ങൾ അതൊന്നും കളിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ 2 സീറ്റ്സ് തന്നെ ഇട്ടിട്ട് ഒരു 3 പ്രാവശ്യം കളിക്കുക. 3 പ്രാവശ്യം കളിച്ചിട്ട് നിങ്ങൾക്ക് 6 സീറ്റ്സ് നിങ്ങൾ വിന്നായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വെച്ച് നിങ്ങൾ 5 ഇട്ട് കളിച്ചോ. ഞാൻ ഇതെങ്ങനെ കളിക്കേണ്ടി എന്നുള്ളൊരു കാര്യം കൂടി കാണിച്ച് തന്നിട്ട് വീഡിയോ നിർത്താം. അപ്പോൾ ഇവിടെ ഞാനൊരു 2 സീറ്റ്സ് കൊടുത്തിട്ട് ഞാൻ ഇവിടെ കളിക്കേണ്ടത് അക്സെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. മേ ബി ഞാൻ അതിൽ തോക്കാം, ജയിക്കാം. അപ്പോൾ എന്തായാലും കൂടുതൽ തോക്കാനാണ് കൂടുതൽ സാധ്യത. എല്ലാവരും തോൽക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇതിൽ ആക്കേണ്ടതാണ്. അതിങ്ങനെ കയറി ഉടനെ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, അവർക്ക് പറ്റാത്ത രീതിയിൽ തന്നെ പസിൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ കൊണ്ട് അവിടെ ഇവിടെ പസിൽ ചെയ്ത് വെക്കണം. അപ്പോൾ അവർ തൊടുമ്പോൾ നമുക്കിതൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്കിതിൽ പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ എടുത്ത് തൊട്ടിട്ട് ഈ ഒരു കണക്കിലെല്ലാം എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഓപ്പോണൻറ്റ് പ്ലെയറിൻ്റെ ഇതാണ്, അവൻ ആദ്യം തന്നെ എന്ത് ചെയ്തു, അച്ചീവ്മെൻറ്റ് ചെയ്ത് എടുത്തു. അപ്പോൾ എടുത്തുകൊണ്ട് അപ്പോൾ എന്താണ്, എനിക്കിപ്പോൾ തന്നെ മനസ്സിലായി ആൾറെഡി നല്ല രീതിയിൽ തന്നെ കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവന് മനസ്സിലായി, ഒന്നില്ലെങ്കിൽ അവൻ വേറെ വല്ല ബോട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിച്ച ഉടനെ തന്നെ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ബോട്ടുള്ളവർക്ക് ഇങ്ങനെ വന്ന് നമുക്ക് പ്ലേയേഴ്സ് ഓപ്പോസിറ്റ് വന്നു പറഞ്ഞാൽ നമ്മുടെ പോയിന്റ് മസ്റ്റ് ആയിട്ടും പോകും. ഇനി അടുത്തതും അവൻ തൊടുന്നതൊക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ബോട്ട് വരുന്നത് എന്താണ്, എന്തായാലും നമുക്കിത് കിട്ടില്ല എന്ന് നമുക്ക് 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ലീവിങ് കൊടുക്കണം. അപ്പോൾ എൻ്റെ 2 പോയിന്റ്സ് എന്തായാലും പോയി. അപ്പോൾ ഇതിൽ ഞാൻ അടുത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത്, പ്ലേ ഓൺലൈൻ എഗെയിൻ കൊടുത്തിട്ട് വീണ്ടും നമ്മൾ എന്ത് 2 സീറ്റ്സ് ഒക്കെ കളിക്കുന്നുണ്ട്. ഇതിൽ ഒരു നൂബായിട്ടുള്ള പ്ലേയേഴ്സ് വരും. ആദ്യം തന്നെ ഇതിൽ വന്നിട്ട് ഒന്നും അറിയാത്ത പ്ലേയേഴ്സ് വരും. ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട് 1 പ്രാവശ്യം ഒരു പ്രാവശ്യം ലോസ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവന് ഇത്തിരി കഷ്ടമാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അസൈൻ ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ എന്ത് ചെയ്യാൻ, ഇങ്ങനെ വന്ന് തൊട്ടിട്ട് ഇത് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം ഇപ്പോൾ ആദ്യമായിട്ട് നൂബായിട്ട് വരുന്ന ആൾക്കാർ നമ്മൾ ടഫ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്, പെട്ടെന്ന് കിട്ടില്ല. ഇത് മൊത്തം ബോട്ടൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്തായാലും ഒരു വഴി ഉണ്ടാവില്ല. അപ്പോൾ എനിക്കിവിടെ ആദ്യ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു, ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ശ്രദ്ധിച്ച് കളിക്കുക. ഞാൻ അങ്ങനെ സംസാരിച്ച് കളിക്കുന്നതുകൊണ്ടായിരിക്കും മേ ബി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ നേരെ ശ്രദ്ധിച്ച് തന്നെ ഇത് കറക്റ്റ് ഒന്ന് മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ ലെക്കിൽ തൊടുമ്പോൾ 2 പ്രാവശ്യം തൊടുമ്പോൾ എനിക്ക് കിട്ടിയില്ല, അവനും കിട്ടിയിട്ടില്ല. അവൻ എന്തായാലും നമുക്കിതിൽ കിട്ടും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കളിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ ചാൻസസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഗെയിം വെച്ചിട്ട് മാത്രമാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ കൂടുതൽ പോയിന്റ്സ് എടുക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു കാര്യങ്ങളും ഇനിയിപ്പോൾ സീറ്റ്സിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രാവശ്യം ഏതിൽ തൊടുമ്പോൾ എനിക്ക് വരുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലും മാറ്റിക്കൊണ്ട് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഞാനപ്പോൾ ഫസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്തു, 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്തു, 4 പ്രാവശ്യം ക്ലിക്ക് ചെയ്തു, 5 പ്രാവശ്യം ക്ലിക്ക് ചെയ്തു, 1 2 3 ആ ഒരു വലിയ മരമുള്ളത് ക്ലിക്ക് ചെയ്ത് എടുത്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഇതുള്ള ഒന്നും ഞാനിപ്പോൾ ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ട്. അവ ഇപ്പോഴും ഒന്ന് പോലും ക്ലെയിം ചെയ്തെടുത്തിട്ടില്ല. ഈ വീഡിയോയ്ക്ക് കുറച്ച് സമയം കൂടും. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം അടുത്ത് തന്നെ വേറെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കൊണ്ട് മരം ഇട്ട് നമുക്ക് ഹിൻഡ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് അതിന് ബേസ് ചെയ്തിട്ട് ഈ മരം ഇപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താണ്, ക്ലെയിം ചെയ്തെടുക്കുകയാണ്. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് നമുക്കിവിടെ ഉള്ളത്. നമുക്കിപ്പോൾ അറിയാലോ, മൊത്തം 3-4 ഇതുണ്ട്. അത് എവിടെയൊക്കെയാണ് വെച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ അറിയാൻ പറ്റും. ആകെ 4 5 ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് മരമായിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പായി. ഇനി അടുത്ത് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇനി 2 ഡയമണ്ട് മാത്രം ക്ലെയിം ചെയ്തെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗെയിം ഇവിടെ നിന്ന് ക്ലോസ് ആവും. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഡയമണ്ട് ക്ലെയിം ചെയ്തെടുക്കാം. അപ്പോൾ അവന് ഒരിക്കലും ഇത് കിട്ടാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ഫസ്റ്റ് വന്നിട്ടുള്ള പ്ലെയറാണ്. അതുകൊണ്ടാണ് അവൻ എത്രത്തോളം ബുദ്ധിമുട്ടായിട്ട് ഇതിലിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല മോസ്റ്റ്ലി ആയിട്ടുള്ള ഇല്ലെങ്കിൽ കളിച്ചുകൊണ്ടേയിരിക്കുന്ന പ്ലെയേഴ്സിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ക്ലെയിം ചെയ്തെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പോയിന്റ് ലോസ് ആവാനുള്ള സാധ്യത ഇതിലുണ്ട്. അപ്പോൾ അവനിപ്പോൾ മനസ്സിലായി എവിടെയൊക്കെയാണ് ഉള്ളതെന്ന്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനിങ്ങനെ തൊടുന്നുണ്ട്, എനിക്കൊന്നും കിട്ടുന്നില്ല. ഈ ഇൻഡു ബ്ലോക്ക് വരുന്നവിടെ നിങ്ങൾ തൊട്ട് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്ക് വരുന്നവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതറിയാൻ പറ്റുന്നുണ്ട്. ഞാനിങ്ങനെ പറയുന്ന കാരണമാണ് ഇങ്ങനെ ശ്രദ്ധിക്കാതെ തൊടുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഓരോ ബ്ലോക്ക് വെച്ചിട്ടും ഈ സമയം മേലെ ഓടുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴും കിട്ടിയില്ല. മോസ്റ്റ്ലി ഇപ്പോൾ അവൻ ജയിക്കും എന്നുള്ളൊരു നിലമയിലാണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ട്രൈ ചെയ്തിട്ട് കിട്ടട്ടെ എന്നുള്ളൊരു ഓപ്ഷനിൽ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. എന്തായാലും ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ഇത് കിട്ടാനുള്ള
കിട്ടാനുള്ള സമയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യുന്നത്, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടാത്തത്. അപ്പോൾ മോസ്റ്റ്ലി ഇപ്പോൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്ത് കളിച്ച് നോക്കാം. നിങ്ങൾ എന്തായാലും ക്ഷമയോടെ തന്നെ ഇരിക്കും. ഇങ്ങനെ തന്നെയാണ് കളിക്കുക. ഇങ്ങനെ കളിച്ചെടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇന്ന് കൂടുതൽ പോയിന്റ്സ് കിട്ടാനുള്ള ഏക ഒരു വഴി ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മോസ്റ്റ്ലി ഇങ്ങനെ കളിക്കുക, കളിച്ചിട്ട് ഒരുപാട് പോയിന്റ്സ് ഉണ്ടാക്കാൻ നോക്കുക. മേ ബി ഇങ്ങനെയുള്ള ബോട്ടുകളൊക്കെ അവർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ കിട്ടില്ല. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി ഇവിടെ 2 എണ്ണം ഇവിടെയാണ് കിട്ടാൻ പോകുന്നത്. ഇനി അടുത്ത് നമ്മുടെ കിടന്നിട്ടുള്ള മരം ഇവിടെയാണുള്ളത്. ഇനിയിപ്പോൾ വേറെ ഓപ്ഷൻ എവിടെയും ഇല്ല, എല്ലാവിടെയും ഞാൻ ഫില്ല് ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ 2 ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ അടുത്തതും ഇവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് ഇവിടുന്ന് 2 പോയിന്റ്സ് ഞാൻ എന്തായി, വിന്നായി. അപ്പോൾ 2 പോയിന്റ്സ് കൊടുത്ത് എനിക്ക് 4 പോയിന്റ്സ് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഗെയിം കളിക്കുക. ഇതിൽ മാക്സിമം കളിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും. ഞാൻ എപ്പോഴും പറഞ്ഞു, നിറയെ കൊണ്ടിട്ടിട്ട് ആദ്യം തന്നെ ലെക്ക് പരീക്ഷിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഇടുക, കുറച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് ആയിരുന്നു കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ഒരു ചെറിയ എമൗണ്ട് കൊണ്ട് അതിലിടുക. അപ്പോൾ ഈ വീഡിയോ ഭയങ്കര വലുതായി എന്ന് അറിയുന്നുണ്ട്. എന്തായാലും ഞാൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കൂടി പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിർത്താം. അപ്പോൾ സീഡും ഇൻകോ ആണ്. അപ്പോൾ എത്രത്തോളം പോയിന്റ്സ് ആണ് ഫസ്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എത്രത്തോളം ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്തു അതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അതേപോലെ തന്നെ അച്ചീവ്മെൻറ്റ് ഞാൻ പറഞ്ഞു, ആ വോയേജ് ബൈബിറ്റ്, ബൈനാൻസ്, അതേപോലെ തന്നെ നോർമൻ അങ്ങനെയുള്ള വോയേജ് നിങ്ങൾ എത്രത്തോളം അച്ചീവ്മെൻറ്റ് ചെയ്യുന്നു അതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. സീഡ് സ്റ്റോർസ് അതേപോലെ തന്നെ എത്രത്തോളം സ്റ്റാർ പർച്ചേസ് ചെയ്തു അതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അതേപോലെ തന്നെ അവൻ്റെ ടെലിഗ്രാം ചാനലും ട്വിറ്റർ പേജും യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ പേരിൽ എന്ത് ചെയ്യണം, ഈ ഒരു ചെടിൻ്റെ സിമ്പിളും സീഡും കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഇത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എലിജിബിലിറ്റി ആവും. അപ്പോൾ പെട്ടെന്ന് പോയിന്റ്സ് കൂടാനുള്ള ഏക മാർഗ്ഗം ഇത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക, ആ ഗെയിം നിങ്ങൾ ലെക്ക് ഉപയോഗിച്ചിട്ട് കളിക്കുക. അത് കളിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഭയങ്കര ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം.